പത്തനംതിട്ടയിലും ഒരു മോഡിയുണ്ട്. കോന്നിയിൽ മത്സരിക്കുന്ന മോഡി. പക്ഷേ ഈ മോഡി വർഗീയത പറയില്ല, 56 ഇഞ്ചിൻ്റെ കണക്കുമില്ല, തൂവെള്ള താടിയുമല്ല. എന്താണ് ഈ മോഡി പറയുന്നത് ചോദിക്കാം. ജിജോ മോഡി. ജിജോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് കോന്നി താഴം ഡിവിഷനിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ. എന്താണ് ജിജോ ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറയുന്നത്? തീർച്ചയായും കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ആവതെല്ലാം നാടിന് വേണ്ടി ചെയ്തു എന്ന ചാരിതാർത്ഥ്യവും അഭിമാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മലയാളപ്പുഴ ഡിവിഷനാണ്. 50 വാർഡാണ്. ഈ ഭൂവിസ്തൃതി കൊണ്ട് ഏറ്റവും വലിയ ഡിവിഷനുകളിലൊന്നാണ്. അപ്പോൾ അവിടെ ഒട്ടനവധി ജീവൽ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെയും അഡ്രസ്സ് ചെയ്യുക, പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓടി നിൽക്കുക എന്നുള്ളതായിരുന്നു ചെറുപ്പത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് കഴിഞ്ഞു എന്ന അഭിമാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 60 പരം റോഡുകളാണ് ഈ 5 വർഷം കൊണ്ട് നമുക്ക് നവീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പദ്ധതി ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഓപ്പൺ ജിം മലയാളപ്പുഴ ഡിവിഷനിലെ പുതുക്കുളത്ത് തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ജില്ലയിൽ മറ്റേ വോളിബോളിൻ്റെ ഈറ്റിലുമാണ് മൈലപ്ര ജില്ലാ പഞ്ചായത്ത് മലയാളപ്പുഴ ഡിവിഷനിലാണ്. അപ്പം വോളിബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു വോളിബോൾ ടർഫ്. അപ്പോൾ ടർഫ് ചെയ്യുമ്പോൾ സാധാരണ ഫിക്സഡ് സർഫസിൽ എൻ്റെ മാറ്റുപയോഗിച്ചാണ് ടർഫ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ വോളിബോൾ ഉയർന്ന് ചാടി കളിക്കേണ്ട ഒരു കായിക വിനോദം എന്ന നിലയിൽ അപ്പോൾ അതിനൊരു കുഷൻ ടൈപ്പിൽ മഡ് ടർഫ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് സാങ്കേതികം അറിയില്ല. പക്ഷേ അതിന് വിദഗ്ധരെ ഉൾപ്പെടുത്തി ടീമുണ്ടാക്കി അങ്ങനെ മൈലപ്രയിൽ വോളിബോൾ ടർഫ് യാഥാർത്ഥ്യമാക്കി. ഇപ്പോൾ ഒരു പാർക്കിൻ്റെ പണി മലയാളപ്പുഴയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു 1ാം ഘട്ടം പൂർത്തീകരിച്ചപ്പോഴാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ എല്ലാ മേഖലയിലും സർവ്വ മേഖലയിലും ആ നിലയിൽ ഇടപെടാൻ കഴിഞ്ഞു. അതിൻ്റെ സന്തോഷത്തോടു കൂടിയാണ്. പിന്നീട് എല്ലാ സുഖ ദുഃഖങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം പരമാവധി ഓടി നിൽക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ആ ഒരു അഭിമാനത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. സ്വാഭാവികമായിട്ടും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വനിതയായി അപ്പോൾ മത്സരിക്കേണ്ടതില്ല എന്നായിരുന്നു വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. കാരണം മാറി നിൽക്കുകയാണ്. അപ്പോൾ പാർട്ടിയും നാടും ഒന്നടങ്കം പറഞ്ഞ് മത്സരിക്കണം. അങ്ങനെയാണ് ബ്ലോക്ക് ഡിവിഷനിലേക്ക് അഭിമാനത്തോടു കൂടി തന്നെ മത്സരിക്കുന്നത്. 2 സ്ഥാനത്ത് ഒരുമിച്ചാണ് വോട്ട് ചോദിക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണം? ഞാനിവിടെ മലയാളപ്പുഴ പഞ്ചായത്തിലെ 8ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എനിക്കിതിൽ കിട്ടിയ അവസരം ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ജിജോ മോഡി സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനും അതുപോലെ പുതിയ വികസന സാധ്യതകൾ കണ്ടെത്താനും അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. അത് കൂടുതലും പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് എൻ്റെ തീരുമാനം. ഈ മോഡി എന്ന പേരിലൊരു കൗതുകമുണ്ട്. എന്താണ് ഈ മോഡി? യഥാർത്ഥത്തിൽ വീട്ടുപേര് മോഡിയിൽ നിന്നാണ്. അപ്പം അതിൽ നിന്ന് എൻ്റെ പിതാവ് അത്യാവശ്യം രാഷ്ട്രീയ പ്രവർത്തകനാണ്, കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹം ലീഡർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയാണ് ആരോ വിളിച്ച് ജോർജ് മോഡി എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങി. പിന്നീട് എന്നെ സ്കൂളിൽ ചേർത്തപ്പോൾ ജിജോ മോഡി എന്ന് അദ്ദേഹം ഒഫീഷ്യലി പേരിടുകയായിരുന്നു. തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഈ മോഡി എന്ന് പറയുന്നത് അത് അന്ന് ഈ പറയുന്ന പ്രധാനമന്ത്രി എന്ന നിലയിൽ നിന്നും നരേന്ദ്രമോദി ഉയർന്നു വന്നിട്ടില്ല. അപ്പം സഭയുടെ ആദ്യം ആ മോഡി എന്ന പേര് കൗതുകമായിരുന്നു, ഒരു റയർ നയം എന്ന നിലയിൽ. പക്ഷേ പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി പൊസിഷനിലേക്ക് എത്തിയതോടുകൂടിയാണ് അങ്ങനെ പ്രധാനമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്നൊരു പേര് എന്ന നിലയിൽ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. തീർച്ചയായിട്ടും ആ പേര് എന്നെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. കാരണം എവിടെ ചെന്നൊരിക്കൽ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് മറക്കില്ല എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നൊരു കാര്യം. അദ്ദേഹമാണ് ഇതിനു മുമ്പ് ഈ ബ്ലോക്ക് ഡിവിഷനിൽ പ്രതിനിധീകരിച്ചത്. ഞാനിപ്പോൾ മത്സരിക്കുന്ന ബ്ലോക്ക് ഡിവിഷനെ പ്രതിനിധീകരിക്കുന്നത് രാഹുലാണ്, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ നിലവിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ. രാഹുൽ കഴിഞ്ഞ തവണ വാർത്താ താരമായിരുന്നു, പത്രം ഇടാൻ പോകുന്ന. അതെ, തീർച്ചയായും. രാഹുലിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജിജോയ്ക്കും സഹായകരമാവും അല്ലേ? തീർച്ചയായിട്ടും ഗുണകരമായിട്ട് തന്നെ മാറും. പിന്നെ നമുക്ക് മറ്റ് രീതിയിലുള്ള ഒരു ഭയപ്പാടുകളൊന്നുമില്ല. അതായത് പരാജയം സംഭവിക്കുമെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരിതില്ല. കാരണം നമ്മുടെ മലയാളപ്പുഴ പഞ്ചായത്തിൽ തന്നെ ഏതാണ്ട് 123 കോടി രൂപയുടെ വർക്കുകൾ സേവ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് സ്കൂളുകൾക്കെല്ലാം തന്നെ 64 ലക്ഷം രൂപയുടെ മേളിൽ ആ രീതിയിലേക്ക് സേവൻ്റെ പ്രവർത്തനം നല്ല രീതിയിലുണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഗുണകരമായിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിമിതികൾക്കൊപ്പം നിന്നുകൊണ്ട് ജിയോസാവിൻ്റെ സഹായം നമുക്കുണ്ടായിട്ടുണ്ട്, പ്രാദേശികമായിട്ടുള്ള വർക്കുകളും വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ. അപ്പോൾ അതും തീർച്ചയായിട്ടും ഗുണകരമായിട്ട് മാറും എന്നാണ്. തീർച്ചയായിട്ടും വികസനം പറഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക 2 സ്ഥാനാർത്ഥികളെന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ അഖിലേഷ് കൊടുമയോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.